ഹലോ നമസ്കാരം. ചന്ദ്രകന്ത ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സൺ സൈൻ ക്യാൻസർ ആണെങ്കിൽ, ഓക്കെ, ക്യാൻസർ സോഡിയാക് സൈൻ ആണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. അതും ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ളവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ഇപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്യാൻസർ സോഡിയാക് സൈൻ കളക്റ്റീവ്സിന്റെ അവരുടെ ലവ് റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി എന്താണ്? നമുക്ക് ചാരിയറ്റ് കാർഡാണ് കിട്ടിയിരിക്കണേ. ഫസ്റ്റ് കാർഡ് clarify the six of wands. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിട്ട്, എന്നാൽ അതേസമയം ഒരു റഷ് എനർജി ഇല്ല അവിടെ. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്, പ്രോഗ്രസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ റഷ് എനർജി ഇല്ല, അതായത് പെട്ടെന്നൊന്നുമില്ല. സമയമെടുത്ത് രണ്ടുപേരും ഒരുപോലെ റെഡി ആകുമ്പോൾ മാത്രം റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു വളരെ ക്ഷമയോടെ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ പാർട്ട്ണറിന് ഈ റിലേഷൻഷിപ്പിലായിരിക്കുന്നതിന്റെ അവരുടെ ഇന്റൻഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അവര് ഇവിടെ നിങ്ങളിൽ വളരെ അട്രാക്റ്റഡ് ആയിട്ട് കാണുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഒരുപാട്, അവർ ഹാപ്പിയാണ് ഇതിൽ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഈ റിലേഷൻഷിപ്പ്. അവരിതിൽ വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ ചിലപ്പോ ഒരു എന്താ പറയാ, അവർക്ക് ഒരു കുട്ടിക്കളി പോലെ കാണുന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ അവർ വളരെ സീരിയസ് ആണെന്ന് കാണുന്നു. അവർ നിങ്ങളിൽ വളരെയധികം ഇൻവെസ്റ്റഡ് ആണെന്ന് കാണുന്നു. ഈ റിലേഷൻഷിപ്പ് ഒരു വളരെ സീരിയസ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്ത് റിസ്ക് വന്നാലും അത് നേരിടാൻ തയ്യാറാണ്, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും അത് നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജിയാണ് അവർക്ക്. ഓക്കെ, അണ്ടർലൈൻ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു മാറ്റം, ഇവർ ആഗ്രഹിക്കുന്ന മാറ്റം അതേ സമയത്ത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം, ഡിവൈൻ ടൈമിൽ വളരെ വിശ്വാസമുണ്ട്. അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ ഓവറോൾ വളരെ പോസിറ്റീവ് ആണ് അവർ. ഈ റിലേഷൻഷിപ്പിന്റെ ഭാവിയെ സംബന്ധിച്ച് അവർ വളരെ പോസിറ്റീവ് ആണ്. അതായത് ഈ റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും, വളരെ ഹെൽത്തി ആയിട്ട്, ഇപ്പോഴത്തെ പോലെ തന്നെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും, അങ്ങനത്തെ ഒരു ഉറപ്പ് നിങ്ങളുടെ പാർട്ട്ണറിനുണ്ട്. ഓക്കെ, അവര് ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ അവര് വളരെ, ഈ റിലേഷൻഷിപ്പിൽ അവർ വളരെ ഫെയ്ത്ത്ഫുൾ ആണെന്ന് കാണുന്നു. ഓക്കെ, അവർക്ക് വേറൊന്നിലേക്ക് അവരെ ഫോക്കസ് ഇല്ല, ആരിലേക്കും അവരെ ഫോക്കസ് ഇല്ല, അവരെ ഫുൾ ഫോക്കസ് നിങ്ങളിലും ഈ റിലേഷൻഷിപ്പിലാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് നോക്കാം. ക്ലാരിഫൈ ദ 5 of cups. കളക്റ്റീവ്സിന്റെ ഇന്റൻഷൻ എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ ആകുന്നത് വഴി അല്ലെങ്കിൽ ആയിരിക്കുന്നത് വഴി അവരുടെ ഇന്റൻഷൻ എന്താണ്? ക്ലാരിഫൈ ദ നൈറ്റ് ഓഫ് സോർഡ്സ്. നിങ്ങൾ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം മുന്നേ ഉണ്ടായിട്ടുണ്ടായിരിക്കണം റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില്. അതിൽ നിന്ന് മറികടക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മറികടക്കുക, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാം. കാരണം നമുക്ക് അണ്ടർലൈൻ എനർജി നോക്കും, ഡെത്ത് കാർഡാണ്. പാസ്റ്റിനെ ഉപേക്ഷിച്ച് ആ പാസ്റ്റിന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനായിട്ട് ഒരു ഉപാധിയായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നു. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലൂടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും, നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ള ഒരു രീതിയാണ് കാണുന്നത്. പക്ഷെ അത് അത്ര ഹെൽത്തി ആണ് എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ ഒരിക്കലും അത് ഇന്നലെയോ മിഞ്ഞാന്നോ ഏതൊരു ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, 3 കാർഡ് ഗൈഡൻസ് ഉണ്ടായിരുന്നു. അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു ഉപാധിയായിട്ട്, അതായത് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി
അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിലാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഈ പാർട്ട്ണർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർ ആണോ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പ് ആണോ, അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു 10-15 വർഷമൊക്കെ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരുമിച്ച് ജീവിക്കുക, 10-25 വർഷം ജീവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോട് ഓക്കെ ആണോ, ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ, പാസ്റ്റ് മെമ്മറീസിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഒരു വഴി മാത്രമായി ഈ റിലേഷൻഷിപ്പിനെ കാണാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരു ലക്കി ഫീൽ ഉണ്ട്, അതായത് നിങ്ങൾ വളരെ ലക്കിയാണ് ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ആയത് എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് നിങ്ങൾ കോൺസ്റ്റന്റ്ലി, അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ പോലും അറിയാതെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നാച്ചുറൽ ആയിട്ട് അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളോട് അത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഹീൽ ആകാതെ നിങ്ങൾ ഏതൊക്കെ തരത്തിലായിരുന്നു മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ റിലേഷൻഷിപ്പിനെയും അത് നെഗറ്റീവായി ബാധിക്കാം. അപ്പൊ കണ്ടിടത്തോളം വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്, നല്ലൊരു പാർട്ട്ണർ ആണ്. നിങ്ങളായിട്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റിൽ നിന്ന് ഹീൽ ആകുന്നതിന് വേണ്ടി ഈ സമയം കൃത്യമായും ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഇപ്പോൾ തുടങ്ങി. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ തുടങ്ങി, ഈ ഒരു സമയം തുടങ്ങി, ഇതാണ് നമുക്ക് എനർജി കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു വർഷത്തിന് ശേഷം ഇതെങ്ങനെയായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തുടങ്ങി ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, ഒരു പോസിറ്റീവ് ടേൺ കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്യട്ടെ, അപ്പോഴാണ് ഈ പോസിറ്റീവ് ടേൺ കാണുന്നത്. ഇതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. മാരേജ് എനർജി ഒക്കെ ഉണ്ട്. വളരെ ഒരു ഡെഫിനറ്റ്ലി മാരേജ് എനർജി ഉണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഒരു എനർജിയെ കാണും. ഒരു എന്താ പറയണ്ടേ, വളരെ ഒരു ബിഗ്ഗസ്റ്റ് വിഷ് ഫുൾഫിൽമെന്റ് നടക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നാണ് ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജി. ഓക്കെ, കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുമെങ്കിലും നിങ്ങൾ സക്സസ്ഫുള്ളി അതൊക്കെ മാറി അതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നിങ്ങൾ ഈ ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ, ക്യാൻസർ കളക്റ്റീവ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട്. ഓക്കെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്താൽ നിങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഹീൽ ആകുന്നതായിട്ട് കാണുന്നു പാസ്റ്റിൽ നിന്ന്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഫുള്ളി നിങ്ങൾക്ക് അതുവഴി ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺസ്റ്റന്റ്ലി നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ്ലി കുറച്ച് കോഷ്യസ് ആണെന്ന് കാണുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവോ ആ ഒരു കോഷ്യസ് എനർജി ഒക്കെ പോകുന്നു. നിങ്ങളുടെ ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ പോയി വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ്, അതാണ് കാണുന്നത്. നമുക്ക് 10 of Pentacles 10 of Cups കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ഹാപ്പിലി എവർ ആഫ്റ്റർ റിലേഷൻഷിപ്പ് ആവാനുള്ള എല്ലാ സാധ്യതയുള്ളതാണ്. കാരണം നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്. ആ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഡിവൈൻ അലൈൻമെന്റ് നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, വാ, അണ്ടർലൈൻ എനർജി നോക്കൂ, എംപറർ. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ എംപറർ ആകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നത്. നിങ്ങൾ ഡിവൈൻ മെസ്കുലിൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ സംസാരിക്കുന്ന കളക്റ്റീവ്സിനോടാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ചില അൺഹീൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങളിപ്പോ ഈ ഗൈഡൻസ് ഫോളോ ചെയ്ത് കൃത്യമായി അതിൽ നിന്ന് ഹീൽ ആകാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. മാത്രമല്ല ഈ റിലേഷൻഷിപ്പിന് അതിന്റെ ശരിയായ സൗന്ദര്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റും, അനുഭവിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ സീരിയസ് ആവണം എന്ന് പറയുന്നു. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സീരിയസ് ആവണം. അപ്പൊ അതിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറെ ഹീലിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഒരു അൺഹീൽഡ് വേർഷനിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയി കാണുന്നു, അത് പാടില്ല. നിങ്ങൾ അതിൽ നിന്ന് ഹീൽ ആകേണ്ടതുണ്ട്. ഓക്കെ, ഹീൽ ആകുമ്പോൾ തന്നെയാണ് ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുക. കാരണം ഇത് നിങ്ങളുടെ ഡിവൈൻ മെസ്കുലിൻ ആണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ്, നിങ്ങളുടെ കൂടെയുള്ള ആള്. ഓക്കെ, അപ്പൊ ആ വ്യക്തി അത് അവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ കുറെ നെഗറ്റീവ് തോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിട്ടുള്ളത് ഈ ഒരു എന്താ പറയണ്ടേ, ആ വ്യക്തിയെ കൂടുതൽ അറിയാനോ ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാനല്ലോ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളതിന്റെ മെയിൻ റീസൺ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപാധിയായിട്ടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഇങ്ങനെ എപ്പോഴും ഒരു ആധിയുണ്ട്. ഇതിലെന്തെങ്കിലും പ്രശ്നം പറ്റുമോ, സക്സസ്ഫുൾ ആവില്ലേ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര കൂടുതലാണ്.
ആ അത്തരത്തിലുള്ള ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ആ ചിന്തകൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ആ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അൺഹീൽഡ് വൂൺസ്, അൺഹീൽഡ് ട്രോമാസിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതല്ല യാഥാർത്ഥ്യം. ആ ചിന്തകൾ ഒരു തരത്തിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു കണക്ഷനാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങളുടെ അനാവശ്യമായ ഇൻസെക്യൂരിറ്റീസ്, അനാവശ്യമായ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, നെഗറ്റീവ് തോട്ട്സ്, ഈ കാരണങ്ങൾ കൊണ്ട് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്തരുത്. നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ ഈ റിലേഷൻഷിപ്പ് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ചിന്തകൾ ഉള്ളിലുണ്ട്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പാർട്ട്ണറിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാർട്ട്ണറിന്റെ പ്രസൻസിൽ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവരോട് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾക്ക് തുറന്നു പറയാം. ഓക്കെ, അപ്പൊ അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന റെഷറൻസ് ലഭിക്കും. പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഈ റിലേഷൻഷിപ്പിന് ഒരിക്കലും കാണരുത്. നിങ്ങൾക്ക് ഉള്ള പാർട്ട്ണറാണ്, നിങ്ങൾ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കേണ്ട ആളാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കണം. അത് നിങ്ങളോട് എടുത്തു പറയുന്നു. അങ്ങനെ ആയിരിക്കെ നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാം, നിങ്ങളുടെ പാർട്ട്ണറിനോട് പറയാം. നിങ്ങൾക്ക് അപ്പൊ അവര് നിങ്ങളെ കൃത്യമായി നിങ്ങളുടെ ഹീലിംഗിലും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആവണം. വീണ്ടും വീണ്ടും പറയും, നിങ്ങൾ വളരെ സീരിയസ് ആവണം. ഇതിൽ സീരിയസ് ആവേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഞാൻ കേൾക്കണം. അപ്പൊ നിങ്ങൾ അത് സീരിയസ് ആകണം. ഓക്കെ, കൂടുതൽ ഈ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ റോൾ ഈ റിലേഷൻഷിപ്പിൽ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിലേഷൻഷിപ്പിന് അതിന് അർഹിക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും കൊടുത്തിരിക്കണം. കാരണം നിങ്ങൾ എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ആയിരിക്കുന്നു, നിങ്ങളുടെ തോട്ട്സ്, ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തോട്ട്സ് എന്താണോ അതാണ് മാനിഫെസ്റ്റഡ് ആകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ റിലേഷൻഷിപ്പിനോട് ഓപ്പൺ ആകാൻ പറയുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള പേഴ്സൺ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിനോട് ഓപ്പൺ ആകുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഓൾറെഡി അറിയാം ഈ വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ളത്. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, അതിൽ കൺഫർമേഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഹീൽ ആകാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നു ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ, നിങ്ങളെ ഉപേക്ഷിച്ച് പോവോ, ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കാലാകാലങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. വളരെ സന്തോഷം നിറഞ്ഞ, വളരെ സ്റ്റേബിളും സെക്യൂറും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഈ വ്യക്തി നിങ്ങളോട് 100% ഫെയ്ത്ത്ഫുൾ ആണ്. നിങ്ങൾ ഈ ബന്ധത്തിൽ തന്നെ തുടരണം. ഓക്കെ, അപ്പൊ ഈ മെസ്സേജ് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കുക. ഇതിനോട് നിങ്ങൾ പരമാവധി ഓപ്പൺ ആകുക. ഈ റിലേഷൻഷിപ്പിനോട് നിങ്ങൾ പരമാവധി ഓപ്പൺ ആകണം. ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെയും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നത് കേൾക്കൂ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് കൃത്യമായി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻ തരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ഓക്കെ, ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലേക്കുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കൺഫർമേഷൻ ഓൾറെഡി കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കാൻ പാടുപെടുന്നതിന്റെ ഒരു കാരണം നിങ്ങൾ ഹീൽഡ് ആകാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അത് ഹീലാകുക. ആ ഹീലാകുന്നതിന് മുൻപ് ഈ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായി അംഗീകരിക്കുക. ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സുകൊണ്ട് സ്വീകരിക്കുക. അവരുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, ആശങ്കകൾ ഷെയർ ചെയ്യുക. അവർ നിങ്ങളെ ഹീലിംഗിന് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ക്യാൻസർ പ്ലേസ്മെന്റ്സ്. ഈ റീഡിങ്ങിലൂടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.